അന്ന് എല്ലാം ഓഫാവും, കമ്പ്യൂട്ടർ വർക്ക് ചെയ്യൂല. ആര് വന്നാൽ? മഹദി വന്നാൽ. ആരെ പറഞ്ഞു? റഹ്മത്തുള്ള പറഞ്ഞു. ഏകദേശം വിമാനം പൊങ്ങൂല മഹദി വന്നാൽ. മഹദി വിചാരിക്കാതെ എല്ലാ ടെക്നോളജിയും സ്റ്റോപ്പ്. വെള്ളം മുക്കേണ്ടി വരും. എവിടുന്ന്? മോട്ടോർ വർക്ക് ചെയ്യൂല മഹദി വിചാരിക്കാതെ. അവരാണ് സാഹിബുൽ വഖ്ത്, അവരാണ് മുദബ്ബിർ. അതാണ് മുദബ്ബിറുൽ ആലം. അങ്ങനത്തെ ഒരാൾ വരാനുണ്ട്. ആ ആൾ വന്നാൽ വ്യവസ്ഥിതികൾ നേരെയാവും, നേരെയാക്കാൻ കഴിയും. എന്തുകൊണ്ട്? ആ മനുഷ്യന്റെ പേരിൽ തുൽമിന ലോകം. മഹദി എന്ന് വരും എനിക്കറിയില്ല, അടുത്തു വരൂല. എന്തുകൊണ്ട്? നിങ്ങൾ മന്തി തിന്നോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ മഹദി വന്നാൽ മഹദിയാണ് കുത്തിത്തിരിപ്പൻ നിങ്ങൾ പറയും. നല്ല നിലക്ക് കഴിഞ്ഞുകൂടായിരുന്നു. അതിനിടയിൽ അയാളോട് വന്നു. അപ്പൊ നിങ്ങൾ കുടുങ്ങണം. നിങ്ങൾ കുടുങ്ങിയിട്ട് വരുന്ന ആളാണ് ആര്? മഹദി. ഇപ്പൊ വരൂല. ഇപ്പൊ മന്തി, കുഴിമന്തി, കബർ മന്തി, പാതാള മന്തി ഇതൊക്കെ നടക്കുന്ന കാലമാണ്. ഇപ്പൊ മഹദി വരൂല. തിരിച്ചു വരി. നമ്മളെ വീട്ടകങ്ങളിൽ നബിയെ പ്രതിഷ്ഠിച്ചത് നമ്മളെ വല്യമ്മമാരാണ്. ആ വല്യമ്മമാർ 2000-ന് ശേഷം ഇപ്പോൾ ഒരു വീട്ടിലും ഇല്ല. ഞാനൊരു കൗതുകം ഇങ്ങനെ ആലോചിക്കും. കുറച്ച് മുമ്പ്, ഇപ്പൊ ആ കൗതുകം ആലോചിക്കാറില്ല, കുറച്ച് മുമ്പ്. അതായത് ഈ ഫാഷൻ വസ്ത്രമൊക്കെ അണിഞ്ഞു പോകുന്ന പെണ്ണുങ്ങളെ കൂട്ടം കാണുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ഇവരൊക്കെ വയസ്സെത്തിയാവുമ്പോൾ എങ്ങനെയായിരിക്കും ആവോ? നമ്മൾ കണ്ട വയസ്സെത്തി ഇവിടെ മാത്രം പൊളിച്ച്, മനസ്സിലായില്ല. ഈ ഇങ്ങനെ പൊളിക്കണ ഒരു കുപ്പായിട്ട് അങ്ങനെയൊക്കെ നടക്കണ ഒരു വല്യമ്മാനെ നമുക്കറിയുള്ളൂ. ഇവളിപ്പോ വല്യമ്മ ആകുമ്പോ എങ്ങനെയാണാവോ? അപ്പൊ ഈ മോഡേൺ വല്യമ്മമാരാണെന്ന് വീട്ടിലുള്ളത്. അവർക്ക് നബിയെ പറ്റി അറിയില്ല. ഓരമ്മ പറഞ്ഞു കൊടുത്തില്ല. അപ്പൊ എന്റെ പെണ്ണുങ്ങൾ പറഞ്ഞു കൊടുക്കണമെങ്കിൽ എന്റെ പെണ്ണുങ്ങൾ പറഞ്ഞു കൊടുക്കണ്ടേ? എന്റെ അമ്മാന്റെ അമ്മ എന്റെ കാലം എന്ന് പറഞ്ഞാൽ 970-ന് ശേഷമായിരിക്കും. എന്റെ ഭാര്യയുടെ അമ്മാന്റെ കാലം ഏവനേശ്വരം. ഇവനും അമ്മോശൊക്കെ ഗൾഫ് പോയിട്ടുണ്ടാവും, ബാപ്പി ഗൾഫ് പോയിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു തെർബിയത്തെ എന്റെ വലിമാക്കിയിട്ടില്ല. എനിക്ക് അല്ലാഹു തന്നെ തൗഫീഖ്. ഞാൻ 1967 ജനിച്ചു എന്നുള്ളതാണ്. നിങ്ങളൊക്കെ ഈ ഭൂമിയിൽ ജനിക്കുന്ന മുമ്പ് ജനിച്ചു, അൽഹംദുലില്ലാ. അതുകൊണ്ട് പഴയ കാലം കാണാനായി. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പഴയ കാലം. വീടുകളിൽ ഉമ്മയും ബാപ്പി ഉണ്ടായിരുന്നു. ഇപ്പൊ വീടുകളിൽ ഉമ്മയും ബാപ്പി ഇല്ല. എന്താ ഇല്ല എന്നർത്ഥം? ഉണ്ട്, പക്ഷെ അവരുടെ സാന്നിധ്യം നമ്മൾ അറിയണില്ല. ഉമ്മ ഇല്ല, ഉമ്മാന്റെ സാന്നിധ്യം നമുക്ക് അറിയില്ല. ഡിസ്റ്റർബ് ചെയ്യരുത്. മൊബൈൽ കൊടുത്തില്ലെങ്കിൽ കുട്ടി ആത്മഹത്യ ചെയ്യും. ആണോ അല്ലേ? പറയാ, മൊബൈൽ കൊടുത്തില്ലെങ്കിൽ കുട്ടി ആത്മഹത്യ ചെയ്യും. മൊബൈല് മനസ്സിലായില്ല. മൊബൈല് സ്പേസ് സ്റ്റേഷനിൽ നിന്നുണ്ടായതാണ്. സ്പേസ് സ്റ്റേഷൻ സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം ഉണ്ടായ ഉപകരണമാണ് എന്ത്? മൊബൈല്. അതിന് കാരണം റോക്കറ്റ് വിക്ഷേപണമാണ്. 1940 വരെ റോക്കറ്റ് വിക്ഷേപണം വിജയിച്ചില്ല. അതിനുവേണ്ടി അമേരിക്കൻ സർക്കാർ ഏൽപ്പിച്ചതാണ് ആരെ? ജാക്ക് പാഴ്സൺസിനെ. ജാക്ക് പാഴ്സൺസ് ആണ് അതിന്റെ ഫൗണ്ടർ. എന്തിന്റെ? റോക്കറ്റിന്റെ പിതാവാണ് ആര്? ജാക്ക് പാഴ്സൺസ്. കേട്ടോ കേട്ടോ കേട്ടോ, കണ്ണ് തട്ടാതെ കേൾക്ക്. ജാക്ക് പാഴ്സൺസ് ആണ് റോക്കറ്റിന്റെ പിതാവ്. അദ്ദേഹം പല പണി, റോക്കറ്റ് ഫ്യൂവൽ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. സാധാരണ പെട്രോൾ കൊണ്ട് എന്തോടൂല, റോക്കറ്റ് പൊങ്ങൂല. റോക്കറ്റിന് റോക്കറ്റ് ഫ്യൂവൽ വേണം. അത് കണ്ടുപിടിക്കാൻ ആധുനിക ശാസ്ത്രത്തിന് കഴിഞ്ഞില്ല. അതിനേറ്റ ആളായിരുന്നു ആര്? ജാക്ക് പാഴ്സൺസ്. 1940-കളിൽ ഒരു രാത്രി ജാക്ക് പാഴ്സൺസ് ഉറങ്ങാണ്. ഉറങ്ങിയപ്പോൾ ഇത് ജാക്ക് പാഴ്സൺസിന്റെ ആത്മകഥയിലുണ്ട്, നമ്മളൊരു പുസ്തകത്തിൽ വരും. ഈ പുസ്തകത്തില്ല, തൊട്ടടുത്ത പുസ്തകം ഇൻഷാ അല്ലാഹ് കൃത്യമായി പറയും. ജാക്ക് പാഴ്സൺസ് ഉറങ്ങുന്ന നേരത്തെ ഒരാൾ സ്വപ്നത്തിൽ വന്നു. ബൈനൻ നൗമി വൽ യഖ്ള, ഉറങ്ങുമല്ല ഉണർന്നുമല്ല എന്ന് പറഞ്ഞു രൂപത്തിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, റോക്കറ്റ് ഫ്യൂവലിന് ഇന്നാലിന്ന സാധനങ്ങൾ കൂട്ടണം. അത് കൂട്ടിയാലേ റോക്കറ്റ് ഫ്യൂവൽ ഉണ്ടാകൂ. അത് ഉപയോഗിച്ചാലേ റോക്കറ്റ് ഉയർത്താൻ നിങ്ങൾക്ക് കഴിയും. ഒരിക്കൽ പറഞ്ഞു, പിന്നെയും പറഞ്ഞു, പിന്നെയും പറഞ്ഞു. അപ്പോൾ ജാക്ക് പാഴ്സൺസ് ഉണർവിന്റെയും ഉറക്കത്തിന്റെയും ഇടയിൽ അയാളുടെ ആത്മഹത്യ വായിക്കണേ. നിങ്ങൾ ആരാണ്? ഹു ആർ യു? നിങ്ങൾ ആരാ? അപ്പോൾ അയാൾ പറഞ്ഞു, മൈ നെയിം ഈസ് DAJJAL. എന്താ അർത്ഥം? എന്താ വാക്ക്? ദജ്ജാൽ. എവിടുന്നാണ് ഉദ്ധരിക്കണേ? ജാക്ക് പാഴ്സൺസിന്റെ ആത്മകഥയിൽ. ഞാനാരാ? ദാറുൽ ഖുർആൻ പ്രിൻസിപ്പാൾ. അങ്ങനെ പറ്റന്തകമ്മയായിട്ട് പറയാൻ പറ്റില്ലല്ലോ. കാരണം ഇത് ഈ ഓരോന്നും പറയുമ്പോൾ അത് തൂക്കിയിട്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങണതിന് മുമ്പ് 10,000 ആൾ കാണും.
അവനക്ക് എന്തേലും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ കണ്ടുപിടിച്ചതാണ് എന്ത്? റോക്കറ്റ് വിക്ഷേപണം. എന്നിട്ടുണ്ടായതാണ് എന്ത്? സ്പേസ് സ്റ്റേഷൻ. എന്നിട്ടുണ്ടായതാണ് എന്ത്? മൊബൈല്. അപ്പൊ മൊബൈൽ ഉണ്ടാക്കേണ്ട പിതാവാരാ? ദജ്ജാല്. ഇതുണ്ടാക്കിയ ദജ്ജാലാണ്. ഇതുണ്ടാക്കിയ ദജ്ജാലാണ്. വല്ലാഹിൽ അസീം ഇതുണ്ടാക്കിയ ദജ്ജാലാണ്. ഇത് നിങ്ങൾ ഖുർആൻ ക്ലാസ്സിൽ കേട്ടാലും ഇതുണ്ടാക്കിയ ദജ്ജാലാണ്. നിങ്ങൾ ഹദീസ് ക്ലാസ് കേട്ടാലും ഇതുണ്ടാക്കിയ ദജ്ജാലാണ്. എന്റെ ഭാര്യ, മൂത്തേർത്ത ഭാര്യ ഒരു സാധുവായ ഗ്രാമീണ സ്ത്രീയാണ്. അപ്പൊ അവര് മറ്റു കാര്യങ്ങളിലേക്കൊന്നും ശ്രദ്ധിക്കൂല, വല്ലാ പേടിക്കണ്ട. ഞാൻ കോഴിക്കോട് രണ്ടാമത് കല്യാണം കഴിച്ചു. അപ്പൊ കല്യാണം കഴിച്ച ഒന്നാമത്തെ ദിവസം ഞാൻ ഷർട്ട് വെച്ചു, ഇനി ബേള് കേൾക്കരുത്. ഒരു ബേളും. അപ്പോൾ ചില ആളുകൾ എക്സെപ്ഷൻ കേസുകൾ പറഞ്ഞു, ഇന്നോരിയൊക്കെ വേണം ഞാൻ കേൾക്കണം. അത് കേട്ടൂടെ? വേണ്ട, ഇത് കേൾക്കരുത്. എനിക്ക് മുമ്പിനായി ജീവിക്കാൻ അതാ നല്ലത്. പിന്നെ എനിക്ക് ബുദ്ധിമുട്ട് കുടുങ്ങാണെങ്കിൽ ഇന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരും. ഒരു ബയറിലും കേൾക്കണ്ട, ഒരു ബയറിലും മൊബൈൽ ബയറിലും ഒന്നും കേൾക്കരുത്, കേൾക്കുന്നേ. അപ്പം ജീവിക്കണമെങ്കിൽ അത് ഞാൻ പറഞ്ഞുതരും. എന്ത് കാരണം? രണ്ടു കെട്ട നമ്പൂരി നാടുമറ്റത്ത് കടന്ന് മരിച്ചു. അങ്ങനെ ഒരു കഥ ഉണ്ട്. ചത്തു എന്നാണ് എൻ്റെ വല്യമ്മ പറഞ്ഞത്. ഞാൻ അങ്ങനെ പറയത്തില്ലെന്ന് വിചാരിച്ചാൽ ഞാൻ പദം മാറ്റി. കുടുങ്ങണ്ട. അപ്പൊ നേരം വെളുത്താൽ ഉമ്മാന്റെ പണി എന്താ? കത്തിരി വെച്ച നിക്കറിയല്ല, നമ്മളൊക്കെ തന്നെ. ആരാത്തിന്റെ പിതാവ്? ദജ്ജാല്. ഇതിൽ ഏത് നന്മ ഉണ്ടായാലും തിന്മയാണ്. അന്ന് മുതൽ നിങ്ങളെ ക്ലാസ് കേൾക്കണില്ല. അൽഹംദുലില്ലാ, ഈ ക്ലാസ് ഇട്ടിട്ട് ഇരിക്കണ്ടാരാവോ? ഞാൻ 50 വയസ്സക്കാലം വരെ സോഷ്യൽ മീഡിയയിൽ നിന്ന് വാങ്ങിയിട്ടില്ല. ഈ ഭയം എനിക്ക് കേട്ടാലുണ്ട്, ഇത് കേട്ടില്ലേ? ഒരു പെണ്ണ് എഴുതി ചോദിച്ചു എന്നോട്, എന്റെ ഭർത്താവ് വലിയ ക്രൂരനാണ്, ക്ലാസ്സിൽ വരാൻ അമ്മയ്ക്കൂല. ഞാൻ പറഞ്ഞു, എന്റെ ക്ലാസ്സിൽ വരൽ എനിക്ക് വാജിബില്ല. ഓൻ പറഞ്ഞത് കേക്കൽ വാജിബുണ്ട്. ഓള് വിചാരിച്ചത് അക്രമിയാണ്, ഓനെതിരെ ഞാൻ വേർക്കുണ്ടാവും. ഓൻ നല്ലോനായിരിക്കും. എന്തുകൊണ്ട്? ഓള് പുറത്തിറങ്ങിയ പിന്നെ അതിലും വലിയതും കൊണ്ട വരിക, ഒരു വയറും കൊണ്ടല്ല വരിക. അതുകൊണ്ട് ഇറങ്ങണ്ട. ഈ രൂപത്തിൽ നമ്മൾ പെണ്ണുങ്ങളെ കൈവിട്ടുപോയി. ഇപ്പൊ നമ്മളെ വീട്ടിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഉപകരണം ആരുടെ ഉപകരണമാണ്? ദജ്ജാല്. ജാക്ക് പാഴ്സനോട് ഉറങ്ങണ ഉറക്കത്തിൽ, ജാക്ക് പാഴ്സൺസ് പിന്നെ മരിച്ചെടുക്കണം. എല്ലാവരും കണ്ടു. റോക്കറ്റ് ഫ്യൂവൽ ലോകത്തിന് കൊടുത്തു, ജാക്ക് പാഴ്സൺസ് മരിച്ചു. ആദ്യ ഭാര്യ ഒരാളെ കൂടെ പോയപ്പോൾ ജാക്ക് പാഴ്സൺസ്, അദ്ദേഹം സാത്താനിസ്റ്റാ, പിശാചിനെ ആരാധിക്കുന്ന ആളാണ്. പിശാചിനോട് പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യണം? മനുഷ്യകുലത്തിൽ നിന്നല്ലാത്ത ഒരു സ്ത്രീയെ ഭാര്യയായി വേണം. അങ്ങനെ ജാക്ക് പാഴ്സൺസിന്റെ ഭാര്യയായി ഒരു ദിവസം ഒരു പെണ്ണ് ഓഫീസിലേക്ക് കയറി വന്നു. നിങ്ങളെ കൂടെ ജീവിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്ത്രീയും ജാക്ക് പാഴ്സൺ ഭാര്യ ഭർത്താക്കളായി. അമേരിക്കൻ TV-ക്ക് ഒരുപാട് വട്ടം ആ സ്ത്രീ അഭിമുഖം കൊടുത്തിട്ടുണ്ട്, ഞാൻ മനുഷ്യ സ്ത്രീ അല്ല. തെളിവോ? കൊട്ടക്കണക്കിന് നേരം. വെറുതെ ഒത്തിരിക്കല്ല, പഠിക്കണോനെ എനിക്ക് റബ്ബിന്റെ സഹായത്താൽ. വെറുതെ പറയല്ല, ഞാൻ മനുഷ്യ സ്ത്രീയല്ല. അമേരിക്കൻ TV ചാനലുകൾക്ക് ഈ സ്ത്രീ കൊടുത്ത അഭിമുഖങ്ങൾക്ക് കയ്യും കണക്കില്ല. ഞാൻ മനുഷ്യ സ്ത്രീയല്ല. വേറെ വിഷയം പറയണേ, ചിന്തിക്കുക. ഇവരൊക്കെ ഉണ്ടാക്കിയതാണ് എന്ത്? ഇതുകൊണ്ട് ഒരു നന്മ ഉണ്ടാവുകയില്ല. ഇത് നമ്മുടെ വീട്ടകങ്ങളെ ഇപ്പൊ പുതിയ കാലം. പണ്ട് മൊബൈൽ ഗൾഫ് വന്നതോടുകൂടെ വിശുദ്ധി നഷ്ടപ്പെട്ടു. പിന്നെ പോയി മൊബൈൽ വന്നു. പിന്നെ ഇപ്പൊ എന്ത് വന്നു? ക്യാമറ ഇല്ലാത്തൊരു മൊബൈലും ഇല്ല. എല്ലാം അങ്ങനെയല്ലേ? എല്ലാം ഇപ്പൊ ഹജ്ജ് ഉംറ അതും പോയി. ഉംറക്ക് ചെന്നാ ഏറ്റവും വലിയ പണി എന്താ? ഹജ്ജിനെന്നാ ഏറ്റവും വലിയ പണി എന്താ? പണി പറയാ, സെൽഫി എടുക്കുക. ആ സെക്കൻഡിലെ ഈമാൻ പോയാൽ പിന്നെ വരൂല. ഞാൻ ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയ ഖേദകരമായ സംഭവം, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പച്ച കുബ്ബ ഇങ്ങനെ ആക്കിയിട്ട് പോ. ഉളുപ്പുണ്ട്. എടാ, ചെരുപ്പ് 4 ഫർലോങ് ദൂരത്ത് ചെരുപ്പ് അഴിച്ചിട്ട് അവസാനിപ്പിക്കണം. 4 ഫർലോങ് ദൂരത്ത് ചെരുപ്പ് അഴിക്കുക. എന്നിട്ട് ചെരുപ്പ് കൈ പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ ജമാഅത്തിൽ വരുന്ന ആളെ കണ്ടിട്ടുണ്ട്. ആളുകളെ എന്തേ ആരാടെ കിടക്കണം? മുസ്തഫ
ചെയ്താളാ മൂമിനോ? ആരുടെ അവിടെ കിടക്കണ്? ആരുടെ അതിൻ്റെ ഉള്ളിലുള്ളത്? സെൽഫി എടുക്ക്. ആരുടെ എന്താ വിചാരിച്ച്? നാല് ഫർലോങ് അപ്പുറത്തുനിന്ന് ചെരിപ്പഴിച്ച് നടക്കുക. ചില ഇന്തോനേഷ്യന്മാർ വയസ്സന്മാരെ സ്ഥിരം ഞങ്ങളുണ്ട്. അവരെ പോലെ ഒരു കൂട്ടരില്ല. കാരണം ട്രഡീഷണൽ മുസ്ലിംസ് ആണ് അവർ. അല്ലേ മോനെ? തല പൊന്തിക്കൂല. അവിടെ കിടക്കണ ആരാ? തല പൊന്തിക്കാൻ പറ്റൂ? സ്വഹാബികൾ ഇങ്ങനെ ഇരുന്നിട്ടില്ല. അവരെ തലയിൽ ഒരു പക്ഷി വന്നിരുന്നത് കൊണ്ട് പക്ഷി എണീറ്റോ പറക്കാതിരിക്കാൻ വേണ്ടി അവർ സൗകര്യപ്പെടുത്തിയതാണോ എന്ന് തോന്നിപ്പോവും. എപ്പോൾ മുസ്തഫ നബിയുടെ മുന്നിൽ ഇരിക്കുമ്പോൾ അവരിയ്ക്കുക. അവരുടെ തലയിൽ എന്തുണ്ട്? ഒരു പക്ഷിയുണ്ടോന്ന് പറ തോന്നിപ്പോവും. ഒരു പക്ഷി ആ സ്വഹാബിയുടെ തലയിൽ വന്നിരുന്നത് കൊണ്ട് ആ പക്ഷി പറക്കാതിരിക്കാൻ വേണ്ടി തെര്യപ്പെട്ടുകൊണ്ട് ആണ് ഈ സ്വഹാബി ഇങ്ങനെ ചെയ്യുന്നതോ എന്ന് തോന്നിപ്പോവും. നമ്മൾ സെൽഫി എടുക്കുക. എങ്ങനെയാണ് ഈമുണ്ടാവുക? ഈ പോയ നാട്ടിൽ ഈമുണ്ടോ? ആരുടെ അവിടെ കിടക്കണേ? ഭാര്യയും ഭർത്താവും ഉംറക്ക് വരിക. എന്നിട്ട് എന്താ കാബയെ കുട്ടി സെൽഫി എടുക്കുക. പരിശുദ്ധ റൗള ശരീഫിനെ കുട്ടി നടന്ന തിരിച്ചു വരുന്ന നാട്ടിലെ കുരുത്തം പോകും. ഇതൊക്കെ ആരവിടെ കൊണ്ടുവന്ന് ഈ സാധനമൊക്കെ കൊണ്ടുവന്നത് ആരാ? മൊബൈൽ ഫോണ്. നന്നാവൂല. ഞാൻ എന്താ ചെയ്യാൻ? എനിക്കറിയാമെങ്കിൽ ഞാൻ നാടിട്ട് പോകുന്നറിയും. എനിക്കറിയൂല. ഞാൻ നാട് വിട്ടു പോയെങ്കിലും ഒന്ന് ആലോചിക്കാത്ത ഒരാഴ്ച എന്റെ ജീവിതത്തിൽ കടന്നുകൊണ്ടില്ല. ഇത് ശരിയാവില്ല. പക്ഷെ എനിക്ക് നാട് വിട്ടു പോകണം. ഇനി ഓരോ ആഴ്ച ആലോചിക്കും, ഈ ആഴ്ച കഴിഞ്ഞോട്ടെ. നടക്കൂല. പിന്നെ ഞാൻ പറഞ്ഞ എന്റെ ചെറിയ കുട്ടിക്കും പ്രായപൂർത്തിയായി. ഇനി പേടിക്കാനില്ല. ഇവർക്കുള്ള ഒജീനെ എന്തെങ്കിലും ഒപ്പിച്ചു കൊടുക്കുക. പാപ്പ അന്ന മുതൽ നിന്ന് പിന്നെ മുങ്ങാൻ പറ്റിയ സ്ഥലം എനിക്കറിയാം. നിങ്ങൾ ചെയ്യാമെന്ന ആൾ വരെ ഞാൻ തപ്പിയാലും ഞാൻ കിട്ടാത്ത സ്ഥലത്തേക്ക് മുങ്ങാൻ എനിക്കറിയാം. ഞാൻ കണ്ടിട്ടുണ്ട് സ്ഥലം. എന്തുകൊണ്ട് ഈ സമൂഹത്തിൻ്റെ ഇടയിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല? നമ്മൾ ഇങ്ങനത്തെ ഒരു സമൂഹത്തെ കണ്ടിട്ടില്ല. നെരിയാണിന്റെ താഴെ വസ്ത്രം, നെരിയാണിക്ക് താഴെ വസ്ത്രം എൻ്റെ ജീവിതത്തിലില്ല. ഒരിക്കണ്ടായിട്ടുണ്ട് ഒരൊറ്റടി. ഇപ്പോൾ താഴത്തേക്ക് വസ്ത്രം വരികയാണെങ്കിൽ തലക്കൊരു പെരിക്കല. ആ അടിപ്പിളോടുണ്ട്. എത്ര കൊല്ലം മുമ്പ് അടിയെന്നറിയും? 50 കൊല്ലം മുമ്പ്. 50 കൊല്ലം മുമ്പുള്ള അടിപ്പിടുണ്ട്. ബാപ്പാന്റെ അങ്ങനെ ഒരൊറ്റടി. ഇന്ന് കുട്ടികളെ നമ്മൾ അടിച്ചാൽ കുട്ടികളോട് പോവും? പോലീസ് സ്റ്റേഷൻ പോവും. ബാപ്പാനോട് മകൻ പറഞ്ഞു ഞാൻ പോലീസ് സ്റ്റേഷൻ പോവും. അപ്പൊ ബാപ്പ പിന്നെ മുണ്ടിയില്ല. അന്നേരം പോവും. ഇല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും. നീ പോലീസ് സ്റ്റേഷൻ പോവും. ഞാൻ ആത്മഹത്യ ചെയ്യും. നീ പോലീസ് സ്റ്റേഷൻ. ആര് പറയാ? സ്വന്തം ചോര പറയാ. നന്നാക്കി കഴിയൂല. ഞാൻ അത് നിരാശപ്പെടാൻ വേണ്ടി പറയല്ല, അവസ്ഥ പറയണം. അവസ്ഥ പറഞ്ഞിട്ട് പറയാലോ. ഈ പരിപാടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റേ ദുബായിലെ രാജാവ് തിന്നുന്ന ഭക്ഷണം തരൂല. കുറച്ച് നെയ്ച്ചോറും ഇറച്ചി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കുമ്പളങ്ങി ഇട്ടിട്ടുണ്ട്. സൗകര്യം ഇല്ലാത്തൊരു പൊയ്ക്കോളിന്ന് ഇപ്പൊ തന്നെ പറയൽ തെറ്റാണ്. എന്തേ അത്ര കഴിയുള്ളൂ? അങ്ങനെ കൂട്ടിക്കോ. ഇതത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലേശം വെള്ളവും തരും. ഒരു കാരൊക്കെ കിട്ടിയെങ്കിൽ കിട്ടും. അത് കഴിഞ്ഞാൽ കുറച്ച് നെയ്ച്ചോറും എന്തും ഇവിടെ ഒന്നുമില്ലല്ലോ. നമ്മളൊക്കെ തരുന്നല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതുപോലെയാണ് ഈ പറയുന്നത്. ഈ കുട്ടികളെ വീടകങ്ങൾ ഈ കുട്ടികൾ നല്ല ദിവസം നിരീശ്വരവാദിയാണ്. നിരീശ്വരവാദി ആകാൻ വേണ്ടിയിട്ട് നമ്മളെ പുതിയ ബാക്കവിമാരും ദാരിബിമാരും എന്താ പറയുക പൈസിമാരും എല്ലാ എയ്സിമാരും പഠിക്കാൻ നിരീശ്വര. ഇത്ര വലിപ്പുണ്ടോ? ഏത് കാലത്താണ് ചങ്ങായി മുസ്ലിം പണ്ഡിതന്മാർ നിരീശ്വരവാദികളോട്? ചരിത്രത്തിൽ ആകെ നോക്കിയാൽ ഒരു 8 or 10 വാദപ്രതിവാദം ഉണ്ടാവും. ഇന്ന് ദിവസം വാദപ്രതിവാദം. എന്തിനാടെ ചങ്ങായി ഇത്? വാദപ്രതിവാദം തന്നിട്ട് ആരാടാ നന്നായത്?
ഈ എന്റെ വാദപ്രകാരം കേട്ട നിന്റെ കസർത്ത് ഉഷാറായ എന്താവും, രണ്ടു സൈഡ് വേറൊരാളെ വാദപ്രകാരത്തിൽ നിരീക്ഷകൻ അതാവും. അതേ സമയത്ത് കുടുംബത്തിൽ അല്ലാഹു റസൂൽ ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ തല വെട്ടിയാൽ മുമ്പിനാവും. ആണോ അല്ലേ? പറയാ ആണോ അല്ലേ? അതിന് കൊടുക്കാൻ നമുക്കിപ്പോ കഴിയണില്ല, ഈ സാഹചര്യത്തിൽ കഴിയില്ല. ഇപ്പൊ സ്കൂളിൽ തുടങ്ങിയ പുതിയ പരിപാടി എന്തായാലും പേര് പറയാ, സുംബ. സുംബ എന്താണ്? എല്ലാ കുട്ടികളും ലഹരി കടിമയാകാതിരിക്കാൻ വേണ്ടി സുംബ. നബിനജി ഇവിടെ ഈ കുട്ടികൾ ലഹരി ഉപയോഗിച്ചില്ല. നബിനജി കള്ള് ഷാപ്പിന്റെ മുമ്പ് പോയി സുംബ കാട്ട്, കള്ള് ഷാപ്പ് തുടങ്ങുക സുംബ. അവിടെ ഒരു കള്ള് ഷാപ്പ്, ഇവിടെ ഒരു സുംബ ക്ലബ്ബ്. കള്ള് ഷാപ്പിൽ വരുന്നവരെ മുഴുവനും സുംബ അടുപ്പിക്കുക. എത്ര വലിപ്പുണ്ടല്ലോ. എന്ത് ഞാൻ അവസാനിപ്പിക്കണം. ഈ സൊസൈറ്റിയെ ഈ രൂപത്തിൽ ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിരുന്നു, കോഴിമുട്ട പൊട്ടാതെ കുട്ടിയെ കിട്ടണം. ഇതാണ് ഇപ്പൊ നമുക്ക് വേണ്ടത്. ബഹുമാനപ്പെട്ട കോഴിമുട്ട പൊട്ടരുത്, കുട്ടിനെ കിട്ടുമാണ്. അതിന് മൊയ്തീൻ ശൈഖിനെ കൊണ്ടുവരും. നമുക്ക് കോഴിമുട്ട പൊട്ടാതെ കുട്ടിയെ കിട്ടണം. കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരണം, മുട്ട പൊട്ടും ചെയ്യരുത്, നടക്കൂല. കോഴിക്കുഞ്ഞിനെ കിട്ടണമെങ്കിൽ കോഴിമുട്ട പൊട്ടിയാ ചൊറുക്കട് പോവും. അപ്പൊ നമ്മളെ പോലെ ഇന്നത്തെ ഈ മൊബൈൽ ചൊറുക്ക് ഇല്ലാതെ ആയാലേ നല്ലൊരു കോഴിക്കുഞ്ഞിനെ നമുക്ക് അവിടുന്ന് കിട്ടുള്ളൂ. അത് ഇല്ലാതാക്കാൻ നിലവിലുള്ള സാഹചര്യത്തിൽ നമ്മളെ പെണ്ണുങ്ങൾ അമ്മയിക്കൂല. ഈ പെണ്ണമ്മയിച്ച ഭർത്താവ് അമ്മയിക്കൂല. ഉണ്ടാണ് ഓള് പറയും, എനക്കെന്താ പിരാണ്ട, ഏതാ ഈ കാലം എന്താ വെച്ചാൽ ആലോചിക്കാട്ട് മുപ്പത് ആണോ അല്ലേ? നന്നാവൂല. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ നബിയില്ല. നമ്മളെ വീട്ടിൽ നിസ്കാരമുണ്ട്, നബിയില്ല. നമ്മളെ വീട്ടിൽ നോമ്പുണ്ട്, നബിയില്ല. മുഹറം 1 മുതൽ 10 വരെ നോമ്പുണ്ട്, ആയില്ല, നബിയില്ല. പണ്ടത്തെ കാലത്ത് നോമ്പില്ല, നബിയുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും കള്ളത്തരത്തിൽ മുസ്ലിങ്ങൾക്ക് ചായ കുടിക്കാനുള്ള മക്കാനികൾ റമളാൻ മാസത്തിലുണ്ട്. എന്നാലും ആരുണ്ട് കള്ളത്തരത്തിൽ പോയി ചായ കുടിക്കും. അതേസമയത്ത് കൽബിൽ ആരുണ്ട്? നബിയുണ്ട്. എന്റെ വാപ്പ പറഞ്ഞൊരു കഥ, കള്ളുടിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ കള്ളുടിക്കുക. ഇടക്കര കള്ള് ഷാപ്പിനെ പറ്റി എന്റെ വാപ്പ പറഞ്ഞ 10 വട്ടമൊന്നുമല്ല വാപ്പ പറഞ്ഞത്. കള്ള് കുടിക്കുന്നതിന്റെ ഇടയിൽ ഒരു മനുഷ്യൻ, വാപ്പ അയാളെ പേരും പറഞ്ഞിട്ടുണ്ട് എന്നോട്, ഞാൻ പറയില്ല, അയാള് കള്ളുടിക്കുക. അതിന്റെ ഇടയിൽ വേറെ ഒരുത്തൻ വെള്ള കുപ്പായം വെള്ള തുണിയും ഒരു അരക്ക് തോർത്തൊക്കെ തലയിൽ കെട്ടിയിട്ട് കയറി കള്ള് ഷാപ്പക്ക്. അപ്പൊ അയാൾ കുടിക്കണ കള്ളിന്റെ കുപ്പി അവിടെ വെച്ചിട്ട് അയാൾ ഇറങ്ങിയിട്ട് 2 കൊടുത്ത്, എടാ കള്ള് ഷാപ്പ് കയറാണെങ്കിലും ഇസ്ലാമിനെ പറയിപ്പിക്കരുത്, ഈ ഞാൻ കുടിക്കണമായി കുടിക്കും. ഞാൻ കണ്ട ആര് എന്താണ് എങ്ങനെ തിരിയാ? ബാപ്പ പറയും അത് മതിയാവും മോന് കെലിമില്ലി മരിക്കാൻ. അങ്ങനെ മരിച്ചു ചെയ്തു, അങ്ങനെ മരിച്ചു. മനസ്സിലായില്ല? വയസ്സനായിട്ട് കള്ളുടിക്കായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു? ഒരു വെള്ളക്കുപ്പായം വെള്ള തുണിയും ഒരു എന്താ പറയാ മറ്റേ അലക്ക് തോർത്തില്ലേ പഴയ കാലത്തൊക്കെ, അതും കെട്ടി ഒരാൾ കയറിയപ്പോ എണീറ്റ് കൊടുത്ത് ഇറങ്ങിപ്പോടാ, ഇസ്ലാമിനെ പറയിപ്പിക്കാറ്. ഞാൻ പറഞ്ഞ മയ്യുവാ, ഞാൻ ഏതാ ജാതിന്ന് ആർക്കും അറിയില്ല. കുടിച്ചാലുണ്ടെങ്കിൽ അള്ളാഹിന്റെ റസൂലിനും കുഴപ്പമൊന്നുമില്ല. ടീച്ചറാക്കി ഇസ്ലാമിനെ പറയിപ്പിക്കല്ലേ. അപ്പോൾ കള്ളുടിക്കാനെങ്കിലും ഒരു കൽബിൽ ആരുണ്ട്? അള്ളാഹു റസൂലുണ്ട്. നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ നമ്മളെ കൽബിൽ അള്ളാഹു റസൂലില്ല. എങ്ങനെ ഉണ്ടാവും? തന്നെ കാര്യം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു മുത്തഖീങ്ങളിലും സാലിഹീങ്ങളിലും നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. അഹ്ലുൽ അബാഇന്റെ മൗലിദ് ഒരല്പം ചൊല്ലിയിട്ട് നമുക്ക് ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്യാം. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അള്ളാഹു തആല അവന്റെ മുത്തഖീങ്ങളിലും സാലിഹീങ്ങളിലും നമ്മളെയൊക്കെ ചേർത്ത് തരട്ടെ.